നമുക്കിവിടെ ഗസ്റ്റ് ഹൗസിനോട് ചേർന്നിട്ട് തന്നെ ഒരു ആരാധനാലയമുണ്ട്. നമ്മളവിടെയാണ് ഇന്ന് ബലിയർപ്പിച്ചിട്ട് നമ്മൾ ഇന്ന് പുറപ്പെടുക. കർത്താവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ആൾത്താര ബലി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ബലിയർപ്പിക്കുന്നത് ഫാദർ ജോർജ് നേരെപ്പറമ്പിലച്ചൻ, പിന്നെ ബ്രദർ അവിടെ ഉണ്ട്, പിന്നെ ഡേസ് ബ്രദർ ഇപ്പോൾ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നിന്നാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യാത്രയാവും. അവിടെ ബാക്കിയുള്ള പള്ളികളിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ഓരോ പള്ളികളിലായിട്ട് നമ്മൾ ധ്യാനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് തുടക്കം. കർത്താവിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ബലിയർപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഈ ബലിയിൽ നിങ്ങളെ ഓർക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ലേഖനം 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ താങ്കൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കുക. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുകയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരെ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഗാമി കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഗാമി മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. ഈശോയെ, ഞങ്ങളുടെ കാഴ്ചകൾ കൈക്കൊള്ളണമേ, ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ, അങ്ങ് ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ പരിപാലനം എപ്പോഴും നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളെയും അങ്ങ് തന്നെ പരമേറ്റുകൊണ്ട് കാത്തു പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാക്കന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസയും എടുത്ത് ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും. ഞാൻ ഇച്ചിരുത് ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. യേശുവിനും സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാരുണ്യത്തവിധം എന്നോട് ദയ തോന്നണമേ. ദിവ്യദാനങ്ങൾ ചിന്തേണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവികാരുണ്യം സ്വീകരിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരവും നിത്യജീവനും മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. മിശിഹായുടെ ശരീരവും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇവിടെ എത്തി. 4 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഓക്കെ, ശരി. പ്രൈസ് സ്നേഹമുള്ളവരെ, നമ്മൾ ഇവിടുന്ന് ശീലാപ്പത്തൂർന്ന് യാത്രയാവാണ്. നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ വണ്ടി ഇതിപ്പോൾ ഏകദേശം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ എത്തും. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ബ്രദർ ജോർജ് ബ്രദർ നിങ്ങളോട് സംസാരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ബ്രദർ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം.